ഇന്ത്യയുടെ കാർഷിക മേഖലയ്ക്ക് എപ്പോഴും രണ്ട് വലിയ ആശങ്കകളുണ്ട്. ഒന്ന് മൺസൂൺ മഴയും മറ്റൊന്ന് എൽനിനോയും. ചരിത്രം പരിശോധിച്ചാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്ഷാമങ്ങൾക്കും സാമ്പത്തിക പ്രതിസന്ധികൾക്കും പിന്നിൽ എൽനിനോയുടെ സ്വാധീനം വ്യക്തമാണ്. 2026-ലും എൽനിനോയെ കുറിച്ചുള്ള ആശങ്കകൾ ഉയരുമ്പോൾ അത് ഇന്ത്യയുടെ കൃഷിയെയും സമ്പദ് വ്യവസ്ഥയെയും എങ്ങനെ ബാധിക്കുമെന്ന് പരിശോധിക്കാം. പസഫിക് സമുദ്രത്തിലെ താപനില ഉയരുന്നതിലൂടെ ലോകമെമ്പാടുമുള്ള മഴയുടെ വിതരണത്തെ മാറ്റിമറിക്കുന്ന ഒരു ആഗോള കാലാവസ്ഥാ പ്രതിഭാസമാണ് എൽനിനോ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നം മൺസൂൺ മഴയുടെ കുറവാണ്. രാജ്യത്തെ പകുതിയിലധികം കൃഷിയിടങ്ങൾ ഇപ്പോഴും നേരിട്ട് മഴയെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. മഴ കുറഞ്ഞാൽ വിത്തിടൽ വൈകും. ചിലയിടങ്ങളിൽ കൃഷി തന്നെ ഉപേക്ഷിക്കേണ്ട സാഹചര്യവും ഉണ്ടാകും. ചരിത്രം അതിന്റെ ഗുരുതരാവസ്ഥ വ്യക്തമാക്കുന്നുണ്ട്. 1876 മുതൽ 1878 വരെ നടന്ന ഗ്രേറ്റ് ഫാമിൻ എന്നറിയപ്പെടുന്ന മഹാക്ഷാമം ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നായിരുന്നു. ശക്തമായ എൽനിനോയും ഇന്ത്യൻ ഓഷ്യൻ ഡൈപോളും ഒരുമിച്ച് വന്നതോടെ മൺസൂൺ തകർന്നു. ദശലക്ഷക്കണക്കിന് ആളുകൾ പട്ടിണിയും ദാഹവും മൂലം മരണമടഞ്ഞു. അതുപോലെ 1899, 1900 കാലഘട്ടത്തിലും ശക്തമായ എൽനിനോ ഇന്ത്യയെ വീണ്ടും കടുത്ത വരൾച്ചയിലേക്കും ക്ഷാമത്തിലേക്കും തള്ളിവിട്ടു. അതിനു മുൻപ് 1783-ലും 1788 മുതൽ 1794 വരെയുള്ള വർഷങ്ങളിലും സമാനമായ കാലാവസ്ഥാ ദുരന്തങ്ങൾ രാജ്യം അനുഭവിച്ചിരുന്നു. മഴ കുറയുമ്പോൾ ആദ്യം ബാധിക്കപ്പെടുന്നത് നെല്ല്, പരുത്തി, കരിമ്പ്, എണ്ണക്കുരുക്കൾ തുടങ്ങിയ പ്രധാന വിളകളെയാണ്. ഉൽപാദനം കുറയുന്നതോടെ കർഷകരുടെ വരുമാനം ഇടിയും. ഇത് കൃഷിയിൽ മാത്രം ഒതുങ്ങുന്ന പ്രശ്നമല്ല. ഇന്ത്യയിലെ ഏകദേശം പകുതി ജനങ്ങളും നേരിട്ടോ അല്ലാതെയോ കാർഷിക മേഖലയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. കർഷകരുടെ വരുമാനം കുറഞ്ഞാൽ ഗ്രാമീണ മേഖലകളിലെ ചെലവിടൽ ശേഷിയും കുറയും. വാഹനങ്ങൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, നിർമ്മാണ സാമഗ്രികൾ തുടങ്ങിയവയുടെ ആവശ്യകതയും താഴും. അടുത്ത ആഘാതം വ്യവസായ മേഖലയിലേക്കാണ്. ടെക്സ്റ്റൈൽ മേഖലയ്ക്ക് പരുത്തിയും പഞ്ചസാര വ്യവസായത്തിന് കരിമ്പും ഭക്ഷ്യ സംസ്കരണ കമ്പനികൾക്ക് കാർഷിക ഉൽപ്പന്നങ്ങളും ആവശ്യമാണ്. കൃഷി മോശമായാൽ ഈ മേഖലകൾക്കും അസംസ്കൃത വസ്തുക്കളുടെ ക്ഷാമം നേരിടേണ്ടി വരും. ഇതിനൊപ്പം ഭക്ഷ്യവസ്തുക്കളുടെ വിലയും കുതിച്ചുയരും. അരി, പച്ചക്കറി, ധാന്യങ്ങൾ എന്നിവയുടെ ലഭ്യത കുറയുമ്പോൾ ഭക്ഷ്യ പണപ്പെരുപ്പം വർദ്ധിക്കും. വിലക്കയറ്റം നിയന്ത്രിക്കാൻ റിസർവ് ബാങ്ക് പലിശ നിരക്ക് ഉയർത്താൻ നിർബന്ധിതരാകും. അങ്ങനെ സംഭവിച്ചാൽ വായ്പാ ചെലവ് കൂടും. പുതിയ നിക്ഷേപങ്ങൾ കുറയും. വ്യവസായ വളർച്ചയും ഉപഭോഗവും മന്ദഗതിയിലാകും. അതുകൊണ്ട് എൽനിനോ ഒരു കാലാവസ്ഥാ വാർത്ത മാത്രമല്ല. മഴയിൽ ആരംഭിക്കുന്ന അതിന്റെ ആഘാതം കൃഷിയിലൂടെ സമ്പദ് വ്യവസ്ഥയിലേക്കും വ്യവസായങ്ങളിലേക്കും കുടുംബ ബജറ്റുകളിലേക്കും വരെ വ്യാപിക്കുന്നു. അതിനാൽ ഓരോ എൽനിനോ വർഷവും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വെറും കാലാവസ്ഥാ വെല്ലുവിളിയല്ല, സാമ്പത്തിക പരീക്ഷണം കൂടിയാണ്. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.